എക്സ്പ്ലനേഷൻ ഓഫ് ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. കഴിഞ്ഞ ക്ലാസ്സിലെ ബോർ തിയറി അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ സെഷനിൽ ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റ്സ് ആണ് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ. ബോർ തിയറി ക്യാൻ എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. സോ വാട്ട് ഈസ് എ ലൈൻ സ്പെക്ട്രം? എന്താണ് ഒരു ലൈൻ സ്പെക്ട്രം എന്നറിയണം. ലൈൻ സ്പെക്ട്രം ഈസ് അതർവൈസ് നോൺ ആസ് അറ്റോമിക് സ്പെക്ട്രം. നമുക്കറിയാം, ഒരു സോളിഡ് എലമെന്റ്, വെൻ എ സോളിഡ് എലമെന്റ് ഈസ് ഹീറ്റഡ് or when electricity pass through a gaseous element at a low pressure in a discharge tube, there occurs an emission of light. അതായത് ഒരു സോളിഡ് എലമെൻറ്റിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ അത് കൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ, യൂഷ്വലി നമ്മൾ എടുക്കുന്ന സോളിഡ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ഗ്യാസ് സ്റ്റേറ്റിലായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, ഡിസ്ചാർജ് ട്യൂബ്. ഡിസ്ചാർജ് ട്യൂബിൽ നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു എലമെൻറ്റ് അതിൻ്റെ ഗ്യാസ് സ്റ്റേറ്റിൽ, യൂഷ്വലി നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ അങ്ങനത്തെ നോൺ റിയാക്റ്റീവ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസ് ആണ് ഫില്ല് ചെയ്യുക. എന്നിട്ട് അതുകൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഓരോ എലമെൻറ്റിനനുസരിച്ച് അതിൻ്റെ കളേർഡായിട്ടുള്ള ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിന് കാരണം, ഇതിൻ്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ കെമിസ്ട്രി എന്താണെന്ന് വെച്ചാൽ, when an atom or element is heated, its electron will excited to higher level because the electron can get energy. അല്ലേ? ഇലക്ട്രോൺ എനർജി കിട്ടിയിട്ട് എന്ത് ചെയ്യും? ലോവർ ലെവലിലുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യും. നമുക്കറിയാം, ഹയർ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആണ്. കാരണം ഹൈലി എനർജി കൂടിയ സ്റ്റേറ്റ് ആണ്. എനർജി കൂടുതലെന്ന് പറഞ്ഞാൽ ഹൈലി അൺസ്റ്റേബിൾ ആവും. സോ ഇലക്ട്രോൺ അവിടെ നിൽക്കില്ല. എന്ത് സംഭവിക്കും? ദേ വിൽ റിട്ടേൺ ബാക്ക് ടു ദെയർ ഒറിജിനൽ ലെവൽ. ഒറിജിനൽ ലെവലിലേക്ക് തന്നെ, അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലേക്ക് തിരിച്ചു വരും. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചെങ്കിൽ, എത്ര എനർജിയാണ് അബ്സോർബ് ചെയ്തിട്ടാണ് അത് എക്സൈറ്റ് ചെയ്തത്, ദാറ്റ് മച്ച് ഓഫ് എനർജി ഈസ് എമിറ്റഡ്. അത് വിസിബിൾ റീജിയനിലാണെങ്കിൽ നമുക്ക് കളേർഡ് ഉണ്ടാവും. കളേർഡായിട്ടുള്ള സ്പെക്ട്രം അല്ലെങ്കിൽ കളേർഡായിട്ടുള്ള ഗ്യാസ് ആയിട്ട് ആണ് നമുക്ക് കാണുന്നത്. അതാണ് ഡിസ്ചാർജ് ട്യൂബിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പോൾ ഇത് അങ്ങനെ കിട്ടുന്ന ആ സ്പെക്ട്രത്തിനെയാണ് നമ്മൾ ലൈൻ സ്പെക്ട്രം അല്ലെങ്കിൽ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. എങ്ങനെയാണ് ഹൈഡ്രജൻ? ഇപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൺസിസ്റ്റ് ഓഫ് ഓൺലി 1 ഇലക്ട്രോൺ അല്ലേ? ഒരു ഇലക്ട്രോണുള്ള ആറ്റമാണ്, സിംഗിൾ ഇലക്ട്രോൺ ആറ്റമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഈസ് ഹീറ്റഡ് ഓർ ഇലക്ട്രിസിറ്റി പാസ് ടു ഇറ്റ്. ഹൈഡ്രജൻ ഗ്യാസ് അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ ഗ്യാസ് സ്റ്റേറ്റിൽ ഹീറ്റ് ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ദ ഇലക്ട്രോൺ വിൽ എക്സൈറ്റഡ് ടു ഹയർ ലെവൽ. ഹൈഡ്രജൻ്റെ കേസിലാണെങ്കിൽ 5 സീരീസ് ഓഫ് ലൈൻസ് ആണ് കാണുന്നത്. ലൈമൻ സീരീസ്, ബാമ സീരീസ്, പാഷൻ സീരീസ് ആൻഡ് ഫൺ സീരീസ്. അങ്ങനെയുള്ള സീരീസ് ആണ് പറയുന്നത്, ലൈൻസ് ആണ് പറയുന്നത്. അപ്പോൾ ലൈമൻ സീരീസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ലൈൻ സ്പെക്ട്രത കാണിച്ചിരിക്കുന്നു. ലൈമൻ സീരീസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിൽ എക്സൈറ്റഡ് ടു ഹയർ ലെവൽസ്. ഹയർ ലെവലിൽ നിന്ന് ഇലക്ട്രോൺസ് ഫസ്റ്റ് ലെവലിലേക്കാണ് തിരിച്ചു വരുന്നതെങ്കിൽ അതിനെ ലൈമൻ സീരീസ് എന്ന് പറയും. സെക്കൻഡ് ലെവലിലേക്കാണ് വരുന്നതെങ്കിൽ ബാമ സീരീസ്. പാഷൻ സീരീസ് ആണെങ്കിൽ 3rd ലെവൽ, 4th ലെവൽസ് ബ്രാക്കറ്റ് സീരീസ്, 5th ലെവൽ ഫൺ സീരീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഇങ്ങനത്തെ 5 സീരീസ് ഓഫ് ലൈൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ ദ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത് അല്ലേ? അപ്പോൾ ന്യൂ ബാർ ഈക്വൽ ടു 1/λ വിച്ച് ഈസ് ഈക്വൽ ടു RH ഇൻറ്റു 1/n1² മൈനസ് 1/n2², where n1 and n2 is the number of integers ആണ്. അതായത് ഇൻറ്റിജേഴ്സ്, അതിൻ്റെ വാല്യൂ ഫസ്റ്റ് ലെവലാണെങ്കിൽ n1 ഈക്വൽ ടു 1 ഫസ്റ്റ് ലെവൽ. അപ്പോൾ അങ്ങനത്തെ ലെവലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇറ്റ്സ് വാല്യൂ ഈസ് എൻ ഇൻറ്റിജർ. അത് ഓരോ സീരീസിനനുസരിച്ചും n1ൻ്റെ വാല്യൂ ഡിഫർ ആവും. ഇപ്പോൾ ലൈമൻ സീരീസ് ആണെങ്കിൽ n1ൻ്റെ വാല്യൂ 1 ആണ് ഫോർ ഓൾ ലൈൻസ്. ആൻഡ് n2 സീരീസ് n2ൻ്റെ വാല്യൂ 2, 3, 4. ബാമ സീരീസ് ആണെങ്കിൽ n1ൻ്റെ വാല്യൂ 2 ആണ്. പാഷൻ സീരീസ് ആണെങ്കിൽ n1ൻ്റെ വാല്യൂ 3 ആണ്, ബ്രാക്കറ്റിന് 4, ആൻഡ് ഫൺ സീരീസ് 5. ആൻഡ് ഹയർ ലെവലിൽ നിന്ന് ഏത് ഫസ്റ്റ് n1ലേക്കാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് ലെവലിലേക്കാണ് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന സീരീസിൻ്റെ നെയിം ഡിഫറെൻ്റ് ആണ്.
അപ്പോൾ ലൈമ സീരീസ് യൂഷ്വലി യു വി റീജിയനിലാണ് വരുന്നത്. അത് ലൈമ സീരീസ് കിടക്കുന്നത് യു വി റീജിയനാണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ യു വി റീജിയനിലാണ്. അപ്പോൾ ബാമ സീരീസ് ആണെങ്കിൽ വിസിബിൾ റീജിയനാണ്. വിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? യു വി കഴിഞ്ഞ് വരുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ. അപ്പോൾ ഇതിൽ യു വി വിസിബിൾ റീജിയനിലായതുകൊണ്ട് തന്നെ ബാമ സീരീസ് നമുക്ക് വിസിബിൾ ആവും, നമുക്ക് കാണാം. വിസിബിൾ സ്പെക്ട്രം നമുക്ക് കാണാവുന്നതാണ്. പിന്നെ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് സീരീസ് 3 ലൈൻസും കാണുന്നത് ഫാർ ഇൻഫ്രാറെഡ് റീജിയനിലാണ്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ IR-ൻ്റെയും ഇൻഫ്രാറെഡിൻ്റെയും UV-യുടെയും നടുക്ക് വരുന്നതാണ് വിസിബിൾ. അപ്പോൾ ബാമ സീരീസാണ് യൂഷ്വലി നമുക്ക് വിസിബിൾ ആവുള്ളൂ, ലൈൻ സ്പെക്ട്രം ഹൈഡ്രജൻ. സോ ബോർ തിയറി ക്യാൻ എക്സ്പ്ലെയിൻ ബോർ തിയറി വെച്ചിട്ടാണ് എന്താണ് ഈ ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഈ എനർജി ലെവൽസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഓർബിറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ബോർ തിയറിയാണ്, ബോർ ആറ്റം മോഡലാണ്. അക്കോർഡിംഗ് ടു ബോർ ആറ്റം മോഡൽ ദ ഇലക്ട്രോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡെഫിനിറ്റ് എനർജി ലെവൽസ്. നമ്മൾ പറഞ്ഞത് ഓൾറെഡി ഒരു പോസ്റ്റുലേറ്റ് ആണത്. ഡെഫിനിറ്റ് എനർജി ലെവൽസ് നോൺ ആസ് ഓർബിറ്റ്, ഇറ്റ്സ് എനർജി ഈസ് ഫിക്സ്ഡ് അല്ലേ. അപ്പോൾ ആ എനർജി ലെവൽ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്ന ബോർ ആറ്റം മോഡലാണ്. സോ ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ദ ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ ആൻഡ് ദാറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം ground level, and they get return back their original level, and if they return back to the first level it is Lyman series. If it is returns to second level, എല്ലാ സ്പെക്ട്രം അതായത് ഹയർ ലെവലിൽ ഉള്ള എല്ലാ ലൈൻസും ഫസ്റ്റ് സെക്കൻഡ് ലെവലിലാണ് വരുന്നെങ്കിൽ വി ഗെറ്റ് ബാമ സീരീസ്, ആൻഡ് തേർഡ് ലെവലാണെങ്കിൽ പാഷൻ, ഫോർത്ത് ആണെങ്കിൽ ബ്രാക്കറ്റ്, ആൻഡ് ഫിഫ്ത്ത് ആണെങ്കിൽ ഫണ്ട് സീരീസ്. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നൽകാൻ ബോർ ആറ്റം മോഡലിന് കഴിഞ്ഞു. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെറിറ്റ് ഓർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ബോർ ആറ്റം മോഡൽ. ഇനി ഇതിന് പുറമെ ബോർ ആറ്റം മോഡലിന് പിന്നെയും മെറിറ്റ്സ് ഉണ്ട്. അതായത് സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം ക്യാൻ എക്സ്പ്ലെയിൻ ബൈ ബോർ ആറ്റം മോഡൽ, ആൻഡ് ഇറ്റ് ക്യാൻ യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻ എ ഹൈഡ്രജൻ ആറ്റം. And also it explains the line spectrum of hydrogen and hydrogen-like atoms. ഹൈഡ്രജൻ പോലുള്ള സിംഗിൾ ഇലക്ട്രോണുള്ള ഹൈഡ്രജൻ ലൈക്ക് ആറ്റത്തിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിനെ പറ്റി. ഇപ്പം ഇതിൻ്റെ മെറിറ്റ്സ് ആണ്. സോ ഇൻ അഡീഷൻ ടു മെറിറ്റ്സ് ദർ ആർ സം ലിമിറ്റേഷൻസ് ഫോർ ബോർ തിയറി ഓൾസോ. കുറേ ലിമിറ്റേഷൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് എന്താ വെച്ചെങ്കിൽ അണ്ടർ ഹൈ റെസൊല്യൂഷൻ ദ ലൈൻസ് ഓഫ് ഹൈഡ്രജൻ സ്പെക്ട്രം ഷോസ് ഫൈൻ സ്ട്രക്ചർ. Fine structure means each line splits into a number of closely spaced component lines differing slightly in their wave numbers. Bohr atomic theory cannot explain the formation of this fine spectrum of hydrogen. അതായത് ഹൈ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഹൈ റെസൊല്യൂഷനുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ലൈനും പിന്നെ ഫൈൻ ആയിട്ടുള്ള ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റി. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതിനാണ് ഫൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. ഫൈൻ സ്പെക്ട്രം cannot be explained by Bohr atom model. And second limitation, it cannot explain the highly complex line spectra of elements whose atoms contain several electrons. ഇപ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് ഉള്ള ആറ്റത്തിന് സ്പെക്ട്രം ഒന്നുകൂടി കോംപ്ലക്സ് ആയിരിക്കും. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡലിന് പറ്റിയില്ല. അപ്പോൾ Bohr assumption that electrons revolve in well-defined orbits around nucleus is in agreement with neither the de Broglie concept nor with the Heisenberg's uncertainty principle. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ഈ ബ്രോഗ്ലി കോൺസെപ്റ്റ് ഓഫ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ. അതായത് മാറ്റർ വേവ് നേച്ചറും അതുപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും കാണിക്കുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട്, അത് എക്സ്പ്ലനേഷൻ അപ്പം പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ തിയറിക്ക് പറ്റിയില്ല. അതുപോലെ തന്നെ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാറ്റർ അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് മാക്രോസ്കോപ്പിക് സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒരേപോലെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഒന്ന് കോൺസ്റ്റൻ്റേക്ക് വെച്ചാൽ മറ്റൊന്ന് വേരിയബിൾ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് പിന്നീട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നുണ്ട്. ജസ്റ്റ് ഈ രണ്ട് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ രണ്ട് പ്രിൻസിപ്പിളിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബോർ തിയറിക്ക് പറ്റിയില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പറയാൻ പറ്റിയില്ല. പിന്നെ ബോർ തിയറി ക്യാൻ എക്സ്പ്ലെയിൻ നെയ്തർ സീമാൻ എഫക്റ്റ് ആൻഡ് സ്റ്റാർക്ക് ഇഫക്റ്റ്.
സീമാൻ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെക്ട്രൽ ലൈൻസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ വെച്ച് കഴിഞ്ഞാൽ അത് കമ്പണൻ്റ് ലൈൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിനാണ് സീമാൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ വെച്ച് കഴിഞ്ഞാൽ സ്പെക്ട്രൽ ലൈൻസ് സ്പ്ലിറ്റ് ചെയ്യുന്നതിനാണ് സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഇഫക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ തിയറിക്ക് പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലിമിറ്റേഷനായിട്ട് വരുന്നത്.